ഞാൻ പുഗീഷ്, സ്മാർട്ട് കിഡ്സ് അബാക്കസിലെ മാസ്റ്റർ ട്രെയിനറാണ്. 2006 മുതൽ കുട്ടികളെ അബാക്കസ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തൊക്കെയാണ്, ഇതാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യം ഒരു ക്ലാസ്സിൽ വരുന്ന സമയത്ത് കുട്ടികളുടെ കയ്യിൽ അവരുടെ സ്റ്റുഡന്റ് അബാക്കസ് കയ്യിലുണ്ടാവും. ഈ സ്റ്റുഡന്റ് അബാക്കസിന് 7 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഔട്ടർ പാർട്ട് ഓഫ് അബാക്കസ് എന്ന് പറയുന്നതാണ് ഫ്രെയിം. താഴെ കാണുന്നതാണ് ലോവർ ബീഡ്സ്, മുകളിലുള്ളത് മുഴുവൻ അപ്പർ ബീഡ്സ് ആണ്. ഈ ലോവർ ബീഡ്സിനെയും അപ്പർ ബീഡ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ബാറിന് വാല്യൂ ബാർ എന്നാണ് പറയുന്നത്. ഈ വാല്യൂ ബാറിന്റെ മുകളിൽ 1 2 3 4 5 ബ്ലാക്ക് ഡോട്ട്സ് കാണാം. കുട്ടികളുടെ അബാക്കസ് ആണെങ്കിൽ വൈറ്റ് ഡോട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ അതിന് യൂണിറ്റ് പോയിന്റ്സ് എന്ന് പറയും. അതുപോലെ ഈ തേർഡ് 1 2 3 ഈ തേർഡ് 1 ആണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോവർ ബീഡ്സും അപ്പർ ബീഡ്സും നിൽക്കുന്ന ഈ ഒരു സ്റ്റിക്ക് ഉണ്ട്, അതിന് പറയുന്നതാണ് റോഡ്സ്, RODS റോഡ്സ്. ഈ ലോവർ ബീഡ്സിന്റെ എല്ലാം വാല്യൂ 1ഉം അപ്പർ ബീഡ്സിന്റെ എല്ലാം വാല്യൂ 5ഉം ആണ്. ഓക്കെ, ലോവർ ബീഡ്സ് നമ്മൾ പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ തം ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. ലോവർ ബീഡ്സ് പ്ലസ് ചെയ്യാൻ തം ഫിംഗറും, മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പർ ബീഡ് +5ഉം -5ഉം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ലോവർ ബീഡ്സിന്റെ എല്ലാം വാല്യൂ 1 ആണെന്നും അപ്പർ ബീഡ്സിന്റെ എല്ലാം വാല്യൂ 5 ആണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇത് +1 ആഡ് ചെയ്തു തമ്പ് കൊണ്ടാണ്, -1 ചെയ്തത് ഇൻഡെക്സ് ഫിംഗർ കൊണ്ട്. 2 പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 2 ബീഡ്സ് മൂവ് ചെയ്യണം. -2 എന്ന് പറയുമ്പോൾ 2 ബീഡ്സ് താഴേക്ക് തത്തി വെക്കണം. അപ്പൊ ശ്രദ്ധിക്കുക ഒന്നുകൂടെ, ലോവർ ബീഡ്സ് പ്ലസ് ചെയ്യാൻ തമ്പും മൈനസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗറുമാണ്. അപ്പർ ബീഡ് +5 -5 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ തന്നെ യൂസ് ചെയ്യാം. ഇനി 6 7 ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 + 1 ആണ് 6. അപ്പോ 5ഉം 1ഉം ഒരുമിച്ച് ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാല്, ഇപ്പൊ നോക്കൂ, 5 ആഡ് ചെയ്തു, 1 ആഡ് ചെയ്തു. ഇത് 5 + 1 എന്നാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആൻസർ 6 ആണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ 6 ആണ് ആഡ് ചെയ്തത്. ഇപ്പൊ 6 ആണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ 5ഉം 1ഉം ഒരുമിച്ച് തന്നെ ആഡ് ചെയ്യണം. -6 ആണെങ്കിലോ അത് ഒരുമിച്ച് തന്നെ മൈനസ് ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങൾ +6 +7 +8 +9 ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൈനസിന്റെയും കാര്യങ്ങൾ. ഇനി അബാക്കസിലെ ലോവർ ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് പഠിക്കാം. 1 അപ്പൊ ഒരു ബീഡ് ആഡ് ചെയ്തു. ഇനി ഇതിന്റെ കൂടെ നമുക്ക് 2 ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ 1ന്റെ കൂടെ ഒരു 2 ബീഡും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഒരു 1 കൂടെ ആഡ് ചെയ്യണം. 1. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 1 + 2 + 1. അപ്പൊ ഇവിടെ എത്ര ആൻസർ വന്നിരിക്കുന്നത്? 4 ആണ്. ഈ വാല്യൂ ബാറിന്റെ മുകളിൽ 4 ബീഡ്സ് ടച്ച് ചെയ്ത സമയത്ത് അബാക്കസിന്റെ വാല്യൂ എത്ര വന്നു? 4 വന്നു. ഓക്കെ, മൈനസ് ചെയ്തു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പർ ബീഡും ലോവർ ബീഡും കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. 5 + 3 -2. അപ്പൊ ഇവിടെ വാല്യൂ ബാറിൽ എത്ര ആൻസർ വന്നിരിക്കുന്നത്? 6 അല്ലേ? അപ്പൊ അബാക്കസിന്റെ വാല്യൂ 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് ഒരു സ്മോൾ ഫ്രണ്ട്സ് ബിഗ് ഫ്രണ്ട്സ് കോമ്പിനേഷൻ, ഇങ്ങനെ ഡിഫറെന്റ് ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുൻപേ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അബാക്കസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും യൂസ് ചെയ്യണം അല്ലേ? അപ്പൊ ക്ലാസ്സിൽ വളരെ വേഗത്തിൽ ചെയ്ത് കഴിയണമെങ്കിൽ എപ്പോഴും പെൻസിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് തന്നെ ഉണ്ടാവണം. അത് താഴെ വെക്കാനേ പാടില്ല. അപ്പൊ പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ രീതിയിൽ പിടിക്കുക. ഷാർപ്പ് ചെയ്ത ഭാഗം ഈ സൈഡിലേക്കാണ്. പിന്നെ ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗറും റിലീസ് ചെയ്തിട്ട് ഇങ്ങനെ വേണം പിടിക്കാൻ. എഴുതുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കാം. അബാക്കസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അബാക്കസ് എങ്ങനെയാ ഹോൾഡ് ചെയ്യേണ്ടത്? കുട്ടികളുടെ സ്റ്റുഡന്റ് അബാക്കസ് ഉണ്ടാവില്ലേ, അതെങ്ങനെയാ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിത് ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് സർഫസിൽ ഇങ്ങനെ വെക്കണം. ഓക്കെ, ഈ ഫ്ലാറ്റ് സർഫസിൽ ഇങ്ങനെ വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡിന്റെ ഈ 2 ഫിംഗറുകൾ ഫ്രീ ആയി വിട്ട് ബാക്കിയുള്ള ഈ 3 ഫിംഗറുകൾ കൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് വൈറ്റ് ഡോട്ട് കാണാം, അവിടെ വേണം അബാക്കസ് ഹോൾഡ് ചെയ്യാൻ. റൈറ്റ് ഹാൻഡിലെ പെൻസിൽ ഷാർപ്പ് ചെയ്ത ഭാഗം ഈ സൈഡിലേക്കായിട്ട് ഇങ്ങനെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൂക്കിന്റെ നേരെ മിഡ് പോയിന്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ,
ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ ഫ്രണ്ട്സിന്റെയും ബിഗ് ഫ്രണ്ടിന്റെയും കോമ്പിനേഷന്റെയും ഫോർമുലാസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്മാർട്ട് കിഡ്സിന്റെ എക്സ്പെർട്ട് ട്രെയിനേഴ്സിനെ നിങ്ങൾക്ക് എനി ടൈം വിളിക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.